ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓർഗൻസ റിബൺ കൊണ്ട് എങ്ങനെ നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന് ആവശ്യമായ സാധനങ്ങൾ ഇതുപോലത്തെ ഒരു സിൽവറിൻ്റെ ബോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സിസറാണ് വേണ്ടത്. പിന്നെ ഒരു സൂചി നൂലും വേണം. പിന്നെ അടുത്തായിട്ട് ഞാൻ ഈ ഒരു ബീസ് 7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ ഈ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഓർഗൻസ റിബണാണ്. ഓർഗൻസ റിബണ് പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഒരു ലൈറ്റർ വേണം. അത് നമുക്ക് സൈഡൊന്ന് ഉരുക്കി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ 2 അറ്റവും നമ്മൾ ഉരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഹെയർ ബാൻഡാണിത്. ഞാൻ മുമ്പ് അതുപോലത്തെ 2 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ലെങ്തിൽ തന്നെ ഒരു റിബൺ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് കോർത്തെടുക്കുക. ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതേ മെത്തേഡിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ കൈ കുത്തിക്കയറാതൊക്കെ നോക്കണം, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സൂചിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആർക്കായാലും തുടക്കക്കാരായ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലത്തെ ഫ്ലവർ 3 ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കോർത്ത് എളുപ്പം എടുക്കാൻ പറ്റും. സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിന്ന് മുമ്പ് ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ അതിൻ്റെ കിറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ആ ഒരു ഫ്ലവർ പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാം. ഓർഗൻസ റിബൺ ഇപ്പോൾ പ്രിൻ്റഡ് ആകണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓർഗൻസ റിബൺ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഫ്ലവറൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ, ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പിന്നെയും പറയുകയാണ്. അപ്പോൾ ചിലർക്കൊക്കെ അതൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം. ഇതുപോലെ നമ്മളിപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓർഗൻസ റിബണിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു എൻഡ് ഭാഗം വരെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക ആ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അതൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കെട്ടിക്കഴിയുമ്പോൾ പിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്നിൽ അത് മറ്റേ ആ ഒരു ഭാഗം കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതായത് പറഞ്ഞു പോകാതിരിക്കാൻ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് 3 ഫ്ലവറാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നൂല് കട്ട് ചെയ്തിട്ടൊന്ന് ഒരുക്കി കൊടുക്കുക. അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ കണ്ടോ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ,
അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ നേരെയാക്കി വെക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വലിച്ച് മുറുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതാവും. അപ്പം നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കി വെക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ സ്റ്റോണിൻ്റെ ചെയിൻ, അതായത് ഷീറ്റുണ്ട്. ഷീറ്റിൻ്റെ ഒരു 3 കണ്ണി വെച്ചിട്ടിങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു സെൻറ്റർ ഭാഗത്ത് വെക്കാൻ അത്യാവശ്യം ഇച്ചിരി വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലത്തെ ഒരു 3 പീസാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, 1 2 3 ഭാഗത്ത് വരുമ്പോൾ കട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയാണ്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ വളരെ നല്ലതാണ് കാണാൻ. നല്ലൊരു പെട്ടെന്ന് നമുക്കൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്ത് ഇപ്പം എല്ലാ ഫ്ലവറും ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് B7000 ഗ്ലൂ ആണ്. ഈ ഒരു ഗ്ലൂ നല്ലതാണ്. അത്ര പെട്ടെന്ന് ഇളകിപ്പോത്തൊന്നുമില്ല. ഇളകിപ്പോത്തില്ലെന്നല്ല, ഇളകിപ്പോത്തില്ല. അപ്പം ഈ ഒരു ഗ്ലൂ എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഐറ്റംസൊക്കെ അറിയാമല്ലോ. അവർ നന്നായിട്ട് എന്ത് സാധനം കൊടുത്താലും അവർ നന്നായിട്ടൊന്ന് പണിത് നോക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ ഒട്ടുന്ന പശ തന്നെ ഉപയോഗിക്കുക നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സംഭവത്തിനൊക്കെ. അല്ലെങ്കിൽ അവരൊരു പിടി പിടിക്കുമ്പോൾ അത് അവരുടെ കയ്യിലെത്തും. അതുകൊണ്ട് ഈ ഒരു ഗ്ലൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ്. ഓർഗൻസ റിബണും കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്. പ്രിൻ്റഡ് ആകുമ്പം കുറച്ചും കൂടെ നല്ല രസമുണ്ട് കാണാൻ. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ അതിന് ശേഷം ഈ സിൽവറിൻ്റെ ഒരു ബോ എടുക്കുക. അപ്പം ഞാൻ സാറ്റിൻ ബോയും വെച്ച് തരുന്നുണ്ട്. ചിലരുടെയൊക്കെ കയ്യിൽ ആ ഒരു ബോ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിതുപോലെ നിങ്ങളിൽ ഒരു സാറ്റിൻ റിബണും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ബോയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു റിബൺ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് മേക്ക് എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ലെവലായിട്ട് ഈ ഒരു റിബൺ കട്ട് ചെയ്യുക. അതിന് ശേഷം അതൊന്ന് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പം ഞാനത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാനിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ട് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഫസ്റ്റ് ആദ്യം ഒന്ന് ചുറ്റിയെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമായിട്ട് ബാക്കി ഭാഗമെല്ലാം ചുറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഒരു സംഭവം നേരെയാകണമല്ലോ. അപ്പോൾ അതിനായിട്ട് ലേശം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റി എല്ലാം നമുക്ക് ആ റിബൺ വെച്ചിട്ട് ആ ഹെയർ ബാൻഡ് മുഴുവൻ ഒന്ന് ചുറ്റി പെട്ടെന്നൊന്ന് എടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സാറ്റിൻ്റെ ഹെയർ ബാൻഡ് റെഡിയാക്കാൻ പറ്റും. ഇതുപോലെ ഇതുപോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി മേലോട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കി ഭാഗം കൂടെ ചുറ്റിയെടുക്കാം. കണ്ടോ, ഞാൻ മൊത്തം അതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ചുറ്റിയെടുത്ത് കഴിയുമ്പം എന്നിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ
ഒരു ഹെയർ ബാൻഡ് നമുക്ക് സാറ്റിൻ റിബണും കൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഓരോ ഫ്ലവറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനൊരു സൈഡിലായിട്ട് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഹെയർ ബാൻഡിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹെയർ ബാൻഡ്, ഇച്ചിരി താമസം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി താമസം വരുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു നമ്മളിപ്പോൾ ഹെയർ ബാൻഡ് ആ ഒരു സിൽവർ റിബൺ വെച്ച് ചുറ്റിയെടുക്കുന്നില്ല, അതിന് പകരം നമുക്കൊരു സാറ്റിൻ്റെ ബോ കിട്ടും. അങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ അവിടെ നമുക്ക് പണി വരുന്നത് ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കുന്നതിൽ ഒരു ലേശ സമയം വരും, അല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് ഇതുപോലൊരു ബാൻഡ് ചെയ്ത്, ഇത് ഞാൻ സാറ്റിൻ ബോയും കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ഹെയർ ബാൻഡ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ